കർത്താവിന് മഹത്വം. ഉറക്കത്തിൽ ഒരു രാത്രി കൊണ്ട് അത്ഭുതം സംഭവിക്കാൻ സഹായിക്കുന്ന 5 വാക്കുകൾ കർത്താവിൻ്റെ ദാസൻ കെന്നത്ത് ഇ ഹേഗിൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് മലയാളത്തിൽ കേൾക്കാം. സന്ദേശം: ഈ രാത്രിയിൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തുന്ന, നിങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാസങ്ങളെടുക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചോ വളരെ പതുക്കെ ഇഴഞ്ഞു നീങ്ങി വരുന്ന രോഗസൗഖ്യങ്ങളെക്കുറിച്ചോ അല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ തലയിണയിൽ തല വയ്ക്കുന്ന സമയത്തിന് ഒരു പുതിയ പുലരിയിലേക്ക് സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്തിനുമിടയിൽ, അതായത് ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങളെ തേടിയെത്തുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ചിലപ്പോൾ ചിലർ ചോദിക്കാം, ബ്രദർ ഹേഗിൻ, എന്തുകൊണ്ടാണ് ഒരൊറ്റ രാത്രി കൊണ്ട്? ഏത് സമയത്തായാലും പോരെ? അതിനുള്ള കാരണം ഞാൻ പറയാം. സങ്കീർത്തനങ്ങൾ 127:2 ബൈബിൾ പറയുന്നു, തൻ്റെ പ്രിയനോ ഉറങ്ങുമ്പോൾ അവൻ അത് നൽകുന്നു. എന്നാൽ അതിലും ആഴത്തിൽ ഒരു കാര്യം അതിലുണ്ട്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ അവൻ പ്രവർത്തിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകം ശാന്തമായിരിക്കുമ്പോൾ, പകലിൻ്റെ വേവലാതികൾ അകലുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ ചിന്താക്കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ, ആ സമയത്താണ് സ്വർഗത്തിൻ്റെ യന്ത്രങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നതിന് മുൻപ് സംസാരിച്ച ദൈവവചനം അനുസരിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ആ രാത്രിയിലും തിരക്കിലാണ്. എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ ഈ തത്വം കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. രോഗങ്ങളിലൂടെയും കഠിനമായ പരീക്ഷണങ്ങളിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ രാത്രിയുടെ ഇരുളിനെ ഭേദിച്ച് പ്രഭാതം ഉദിക്കുന്നത് പോലെ ആ അത്ഭുതം കാണുന്നത് വരെ ഞാൻ വചനത്തിൽ ഉറച്ചു നിന്നു. ചിലപ്പോൾ അത് പതുക്കെയായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത്ഭുതങ്ങൾ അർദ്ധരാത്രിയിൽ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? കാരണം ഭയം ഉറങ്ങുമ്പോൾ വിശ്വാസം സംസാരിക്കുന്നു. ശരീരം വിശ്രമിക്കുമ്പോൾ വിശ്വാസം വിശ്വസിക്കുന്നു. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ദൈവവചനം പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ശബ്ദമുണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ആത്മീയ മണ്ഡലത്തിലേക്ക് നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒരു കൽപ്പനയാണ് നിങ്ങൾ അയക്കുന്നത്. കർത്താവിൻ്റെ ദൂതന്മാർ രാത്രിയിൽ വിരമിക്കുന്നില്ല. സൂര്യൻ അസ്തമിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സിംഹാസനം അടച്ചുപൂട്ടുന്നതുമില്ല. വർഷങ്ങൾക്ക് മുൻപ് അഗാധമായ പ്രാർത്ഥനയുടെ ഒരു സമയത്ത് കർത്താവ് എനിക്ക് കാണിച്ചു തന്ന ഒരു കാര്യം ഞാൻ പങ്കിടാം. ഞാൻ ഒരു വലിയ പ്രശ്നത്തിൽ അസ്വസ്ഥനായിരുന്നു. കിടക്കയിൽ ഇരുവശത്തേക്കും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. ഉറങ്ങാൻ കഴിഞ്ഞില്ല, വിശ്രമിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഞാൻ എഴുന്നേറ്റ് ബൈബിൾ തുറന്ന് വചനം പ്രഖ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. അത് പുറത്ത് കേൾക്കാവുന്ന ഒരു ശബ്ദമായിരുന്നില്ല. എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ വാക്കുകൾ സംസാരിച്ചു: നീ ഉറങ്ങുമ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നു. സുഹൃത്തുക്കളെ, ദൈവത്തിൻ്റെ ശക്തിയാൽ കൈകൾ വിറച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നു. എനിക്ക് ചുമക്കാൻ തന്ന ഭാരങ്ങൾ കർത്താവിൻ്റെ മേൽ ഇടുന്നതിന് പകരം ഞാൻ തന്നെ ചുമന്നതുകൊണ്ട് എൻ്റെ അത്ഭുതത്തെ ഞാൻ തന്നെ തടസ്സപ്പെടുത്തുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിങ്ങൾ അത് ചുമക്കുമ്പോൾ അവന് പ്രവർത്തിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ അത് അവൻ്റെ മേൽ ഇടുമ്പോൾ അവൻ പ്രവർത്തിക്കുന്നു. നിങ്ങളത് വിശ്വാസത്തോടെ ദൈവത്തിന് കൊടുക്കുമ്പോൾ, ശരിക്കും കൊടുക്കുമ്പോൾ, രാവിലെ വീണ്ടും അത് തിരികെ എടുക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ ഉറങ്ങുമ്പോൾ അമാനുഷികമായ ഒന്ന് സംഭവിക്കുന്നു. അതുകൊണ്ടാണ് രാത്രിയിലെ അത്ഭുതങ്ങൾ പ്രാധാന്യമുള്ളതാകുന്നത്. അത് നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു: ഇത് നമ്മുടെ കഠിനാധ്വാനം കൊണ്ടല്ല, അവൻ്റെ വിശ്വസ്തത കൊണ്ടാണ്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, അവൻ്റെ വചനം കൊണ്ടാണ്. ഈ രാത്രിയിൽ നിങ്ങൾ ഇത് വെറുതെ കാതുകൊണ്ട് കേൾക്കുക മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിൽ അത് ഏറ്റെടുക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ ഇതിനകം തന്നെ ഒരു ദിവ്യ വ്യവസ്ഥ നിലവിലുണ്ട്. വിശ്വാസത്തോടെ സംസാരിക്കുന്ന വാക്കുകളോട് ദൂതന്മാർ പ്രതികരിക്കുന്ന ഒരു വ്യവസ്ഥ. തൻ്റെ ഉടമ്പടി ജനങ്ങൾക്ക് അവർ വിശ്രമിക്കുമ്പോൾ സമാധാനവും രോഗസൗഖ്യവും മറുപടികളും നൽകി ദൈവം അവരെ ബഹുമാനിക്കുന്ന വ്യവസ്ഥ. നിങ്ങൾ ചോദിച്ചേക്കാം, ബ്രദർ ഹേഗൻ, ഞാൻ ഉറങ്ങുമ്പോൾ ദൂതന്മാർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ബൈബിൾ ശരിക്കും പറയുന്നുണ്ടോ? സങ്കീർത്തനം 103:20 പറയുന്നു, കർത്താവിൻ്റെ വചനം
ധ്വനി കേട്ട് അവന്റെ കൽപ്പനകളെ നടത്തുന്ന ബലശാലികളായ അവന്റെ ദൂതന്മാരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ ഭൂമിയിൽ അവന്റെ വചനത്തിന്റെ ശബ്ദം നൽകുന്നത് ആരാണ്? നിങ്ങളാണ്, ഞാനാണ്. നമ്മൾ അത് സംസാരിക്കുന്നു, അവർ അത് അനുസരിക്കുന്നു. അതാണ് സ്വർഗീയ ക്രമം. അതുകൊണ്ടാണ് സംസാരിക്കുന്നത് പ്രാധാന്യമുള്ളതാകുന്നത്. അതുകൊണ്ടാണ് വിശ്രമിക്കുന്നത് പ്രാധാന്യമുള്ളതാകുന്നത്. അതുകൊണ്ട് ഈ രാത്രിയിൽ നിങ്ങളുടെ വിശ്വാസത്തെയും വാക്കുകളെയും വിശ്രമത്തെയും സ്വർഗത്തിന്റെ ക്രമത്തോട് എങ്ങനെ യോജിപ്പിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. തിരുവെഴുത്തുകളിൽ നിന്നും ദൈവം എനിക്ക് നൽകിയ ഒരു ദർശനത്തിൽ നിന്നും ദൂതന്മാർ ചലിക്കുന്നതിന് മുൻപ്, അവർ രോഗസൗഖ്യം നൽകുന്നതിന് മുൻപ് കേൾക്കാൻ കാത്തിരിക്കുന്ന ആ 5 വാക്കുകൾ ഞാൻ വെളിപ്പെടുത്താം. എന്നാൽ അതിനു മുൻപ് അടിസ്ഥാനപരമായ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം തൻ്റെ മക്കൾക്കായി അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവൻ അത് ചെയ്യുന്നത് അവന്റെ വഴിയിലാണ്. അവൻ വിശ്വാസത്തെ ബഹുമാനിക്കുന്നു, അവന്റെ വചനത്തെ ബഹുമാനിക്കുന്നു, അവൻ വിശ്രമത്തെ ബഹുമാനിക്കുന്നു. വിശ്വാസം സമാധാനത്തോടെ ഉറങ്ങുന്നു, കാരണം വചനം ഇതിനകം തന്നെ പൂർത്തിയായി എന്ന് അതിനറിയാം. വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രി ഞാൻ വൈകി പ്രാർത്ഥിക്കുകയായിരുന്നു. ശരീരത്തിൽ വലിയൊരു പോരാട്ടം നടക്കുന്നു. മനസ്സ് തളർന്നിരിക്കുന്നു. നിരാശയ്ക്ക് കീഴടങ്ങാൻ പോയ ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവ് വളരെ ശാന്തമായി എങ്കിലും ഉറപ്പോടെ എന്നോട് പറയുന്നത് ഞാൻ കേട്ടു. പോയി കിടക്കൂ, എന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കൂ. ഞാനത് അനുസരിച്ചു. പിന്നീട് ഞാൻ ഒരു വാക്ക് പോലും പ്രാർത്ഥിച്ചില്ല, യാചിച്ചില്ല. ഞാൻ അവസാനമായി ആ വചനം ഉറക്കെ പ്രഖ്യാപിച്ചു: കർത്താവെ, എല്ലാം പൂർത്തിയായി എന്ന് നീ പറഞ്ഞു, ഞാൻ അത് വിശ്വസിക്കുന്നു. ഗുഡ് നൈറ്റ്. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പോൾ പൂർണ്ണ സ്വതന്ത്രനായിരുന്നു. ആ രോഗത്തിന്റെ ഒരു ലക്ഷണം പോലും അവശേഷിച്ചില്ല. എല്ലാം മാറിപ്പോയി. എന്തുകൊണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ വിശ്രമിച്ചപ്പോൾ ദൂതന്മാർ പ്രവർത്തിച്ചു. കാരണം വിശ്വാസം സംസാരിച്ചിരുന്നു. രാത്രിയിലെ അത്ഭുതങ്ങൾ എന്നത് ഒരു സങ്കല്പമല്ല. വിശ്വാസത്തോടെ ഉറങ്ങാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അവകാശമാണത്. ഇപ്പോൾ എന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കൂ. കാരണം ഈ രാത്രിയിലെ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കാം ഇത്. അനേകം വിശ്വാസികൾക്ക് ഈ അത്ഭുതം ലഭിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിന് മനസ്സില്ലാത്തത് കൊണ്ടോ സ്വർഗത്തിൽ ശക്തി ഇല്ലാത്തത് കൊണ്ടോ അല്ല. പ്രശ്നം ദൈവത്തിൻ്റെ ഭാഗത്തല്ല, അത് നമ്മുടെ ഭാഗത്താണ്. നമ്മൾ കിടക്കാൻ പോകുന്നത് ദൈവം സംസാരിക്കാൻ പറയാത്ത വാക്കുകൾ നിറഞ്ഞ മനസ്സോടെയാണ്. നിങ്ങളിൽ ചിലർ രാത്രി കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ രോഗത്തെക്കുറിച്ചും ഭയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും ചിന്തിച്ചു കൂട്ടുന്നു. ഇനി എന്താകുമോ? ഇത് കൂടുതൽ വഷളാകുമോ? എനിക്കിതിനെ അതിജീവിക്കാൻ കഴിയുമോ? പണം വരുമോ? ദൈവം ഇത്തവണ എന്നെ സഹായിക്കുമോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ സ്നേഹത്തോടെ എന്നാൽ ധൈര്യത്തോടെ പറയട്ടെ, അവ വിശ്വാസത്തിൻ്റെ വാക്കുകളല്ല. അവ ദൂതന്മാർ തിരിച്ചറിയുന്ന വാക്കുകളല്ല. മറിച്ച് പിശാച് ആഹാരമാക്കുന്ന വാക്കുകളാണ്. ഭയത്തിനും സംശയത്തിനും അതിൻ്റെതായ ഒരു ഭാഷയുണ്ട്. വിശ്വാസം സ്വർഗരാജ്യത്തെ ഉണർത്തുന്നത് പോലെ ഭയം ശത്രുവിൻ്റെ പദ്ധതികളെ സജീവമാക്കുന്നു. യോബ് 3:25 പറയുന്നു, ഞാൻ ഭയപ്പെട്ടിരുന്ന ഭയം എനിക്ക് ഭവിച്ചു. എന്തുകൊണ്ട്? കാരണം വിശ്വാസം ദൈവത്തിൽ നിന്നുള്ള നന്മകളെ ആകർഷിക്കുന്നത് പോലെ ഭയം നിങ്ങൾ ഭയപ്പെടുന്നതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ദൈവജനമേ, നിങ്ങളിൽ ചിലർ രാത്രി കിടക്കുമ്പോൾ തെറ്റായ ആത്മീയ വശത്തിനാണ് ഊർജം നൽകുന്നത്. വിജയം പ്രഖ്യാപിക്കുന്നതിന് പകരം നിങ്ങൾ പരാജയം ഓർത്ത് ഭയപ്പെടുന്നു. വചനത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യന്റെ ചിന്തകളിൽ നിങ്ങൾ പോരാടുന്നു. രോഗലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് രാത്രിയിൽ ദൂതന്മാർ പ്രവർത്തിക്കാത്തതെന്ന്. കാരണം അവർ നിങ്ങളുടെ വേവലാതികളെ അല്ല അനുസരിക്കുന്നത്, അവർ ദൈവ വചനത്തെയാണ് അനുസരിക്കുന്നത്. അവർ നിങ്ങളുടെ കണ്ണീരിനെയോ ഭയത്തെയോ വേദനയെയോ അല്ല നോക്കുന്നത്, വിശ്വാസത്തോടെ സംസാരിക്കുന്ന വചനത്തെയാണ് അവർ അനുസരിക്കുന്നത്. പലരും പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്കൊരു മാറ്റവും തോന്നുന്നില്ല, ദൈവം എന്നെ സുഖപ്പെടുത്തിയില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ പ്രാർത്ഥനയെ തന്നെ റദ്ദാക്കുന്നു. അത് സ്വർഗത്തെ ചലിപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ഭാഷ അല്ല. അത് സാഹചര്യങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങുന്ന ഭാഷയാണ്. അത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദൂതന്മാരുടെ കൈകളെ കെട്ടിയിടുന്നു. നിങ്ങൾക്ക് ഭയം സംസാരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വിളവെടുപ്പ് നടത്താൻ കഴിയുകയില്ല.
വിശ്വാസത്തിന്റെ ഫലം വേണമെങ്കിൽ നിങ്ങളുടെ നാവിൽ വിശ്വാസമുണ്ടാകണം. അതുകൊണ്ടാണ് യോശുവ 1:8 വചനം പറയുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകങ്ങളിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടേയിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ശ്രദ്ധിച്ചോ, ആദ്യം വായ, രണ്ടാമത് വിജയം. ആദ്യം വായ, രണ്ടാമത് അത്ഭുതം. പലരും പകൽ സമയത്ത് വിശ്വാസം സംസാരിക്കും, എന്നാൽ രാത്രിയാകുമ്പോൾ രോഗലക്ഷണങ്ങൾ കൂടുമ്പോഴോ ബില്ലുകൾ കുടിഞ്ഞുകൂടുമ്പോഴോ ഭയത്തിന് കീഴടങ്ങുന്നു. അതുകൊണ്ടാണ് അത്ഭുതം സംഭവിക്കാത്തത്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു യോഗത്തിൽ ഒരു സഹോദരി വന്നു. മർക്കോസ് 16:18 അനുസരിച്ച് ഞാൻ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ സന്തോഷിച്ചു, വിശ്വസിച്ചു. എന്നാൽ പിറ്റേന്ന് ഞാൻ അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ബ്രദർ ഹേഗിൻ, ഇത് ഫലിച്ചില്ല എന്ന് തോന്നുന്നു. എനിക്കിപ്പോഴും വേദനയുണ്ട്. ഞാൻ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, സഹോദരി, രോഗസൗഖ്യം നിങ്ങളെ വിട്ടുപോയതല്ല, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ വിട്ടുപോയത്. പ്രശ്നം പ്രാർത്ഥനയ്ക്കോ വചനത്തിനോ ആയിരുന്നില്ല. അവർ രാത്രി കിടന്നപ്പോൾ സംശയത്തിന്റെ വാക്കുകളാൽ ആ രോഗത്തെ വീണ്ടും ഹൃദയത്തിലേക്ക് തിരികെ എടുത്തു. നിങ്ങൾക്ക് ഒരേ സമയം വിശ്വാസത്തിന്റെ ഭാഷയും ഭയത്തിന്റെ ഭാഷയും സംസാരിക്കാൻ കഴിയുകയില്ല. ഒന്നുകിൽ നിങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുക. ഒന്ന് ദൂതന്മാരെ അഴിച്ചുവിടുന്നു, മറ്റൊന്ന് അവരെ കെട്ടിയിടുന്നു. ഒന്ന് അത്ഭുതങ്ങളെ ക്ഷണിക്കുന്നു, മറ്റൊന്ന് അതിനെ താമസിപ്പിക്കുന്നു. ഇനി ദൂതന്മാർ തിരിച്ചറിയുന്ന, നിങ്ങൾ ഉറങ്ങുമ്പോൾ അത്ഭുതങ്ങൾ തുറക്കുന്ന ആ 5 ദിവ്യ വാക്കുകൾ ഞാൻ വെളിപ്പെടുത്താം. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു കാലഘട്ടത്തിൽ ഞാൻ ശരീരത്തിലെ ഒരു രോഗത്തോട് പോരാടുകയായിരുന്നു. വചനത്തിൽ ഉറച്ചു നിന്നു, രോഗസൗഖ്യം പ്രഖ്യാപിച്ചു. പക്ഷെ മാറ്റമൊന്നും കണ്ടില്ല. ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചു, കൂടുതൽ വചനം ഏറ്റുപറഞ്ഞു. എന്നിട്ടും രാത്രി കിടക്കുമ്പോൾ പകൽ വെളിച്ചത്തിൽ ശരിയായ കാര്യങ്ങൾ പറയുകയും രാത്രിയിലെ ഇരുട്ടിൽ സംശയം ചുമക്കുകയും ചെയ്യുന്നതായി എനിക്ക് മനസ്സിലായി. ഒരു രാത്രിയിൽ ഞാൻ കട്ടിലിനരികിൽ മുട്ടുകുത്തി ചോദിച്ചു, കർത്താവ്, എനിക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? അപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിച്ചു, നിന്റെ വാക്കുകൾ ദൂതന്മാരെ അഴിച്ചുവിടുന്നു, എന്നാൽ നിന്റെ വിശ്രമം നിന്റെ വിശ്വാസത്തെ തെളിയിക്കുന്നു. അപ്പോൾ കർത്താവ് എനിക്കൊരു ദർശനം കാണിച്ചു തന്നു. ലോകമെമ്പാടുമുള്ള കിടപ്പുമുറികൾ ഞാൻ കണ്ടു. ഓരോ കട്ടിലിൻ്റെയും കാൽക്കൽ വലിയ ശക്തരായ സ്വർഗീയ ദൂതന്മാർ നിൽക്കുന്നു. എന്നാൽ അവർ അനങ്ങാതെ ശാന്തരായി നിൽക്കുകയായിരുന്നു. അവരുടെ കൈകൾ കെട്ടിവെച്ചിരിക്കുകയാണ്, വാളുകൾ ഉറയിൽ തന്നെയാണ്. ഞാൻ ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ടാണ് അവർ ചലിക്കാത്തത്? കർത്താവ് പറഞ്ഞു, കാരണം അവരെ പുറപ്പെടുവിക്കുന്ന വാക്കുകൾ അവർ കേട്ടിട്ടില്ല. ദൂതന്മാർ നിങ്ങളുടെ വികാരങ്ങളെയോ നിങ്ങൾ എത്ര ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എന്നതിനെയോ അല്ല നോക്കുന്നത്. അവർ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന വിശ്വാസത്തെയാണ് കാത്തിരിക്കുന്നത്. തുടർന്നാണ് കർത്താവ് എനിക്ക് 5 വാക്കുകൾ കാണിച്ചു തന്നത്. ഇത് അന്ധവിശ്വാസമോ മന്ത്രവിദ്യയോ അല്ല, ഇത് ദൈവവചനത്തിന്റെ പ്രവർത്തനമാണ്. ഇത് യേശുവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയെ പ്രഖ്യാപിക്കുന്ന സ്വർഗത്തിന്റെ ഭാഷയാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് കർത്താവെ 5 വാക്കുകൾ? കർത്താവിനെ ഗ്രേസ്, കൃപ എന്ന വാക്കിലേക്ക് നയിച്ചു. ഗ്രേസ്, GRACE എന്നതിൽ 5 അക്ഷരങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു, ഇവ കൃപയുടെ വാക്കുകളാണ്. വിശ്വസിക്കാൻ ധൈര്യപ്പെടുന്നവർക്കായി ഇത് ദൈവത്തിന്റെ അമാനുഷിക ഇടപെടലിനെ ക്ഷണിക്കുന്നു. കർത്താവ് ആ ദർശനം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ ജനത്തോട് പറയുക, അവർ എൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്രമിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഏറ്റവും മികച്ച പ്രവൃത്തികൾ ചെയ്യുന്നത്. അന്ന് രാത്രി ഞാൻ ആദ്യമായി ആ 5 വാക്കുകൾ ധൈര്യത്തോടെ സംസാരിച്ചു. ആഴ്ചകൾക്ക് ശേഷം ഞാൻ സമാധാനത്തോടെ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർന്നപ്പോൾ ഞാൻ പോരാടിക്കൊണ്ടിരുന്ന എല്ലാ രോഗലക്ഷണങ്ങളും അപ്രത്യക്ഷമായിരുന്നു. അത് യാദൃച്ഛികമല്ലായിരുന്നു. അത് വിശ്വാസത്തോടും വിശ്രമത്തോടും സ്വർഗം പ്രതികരിച്ചതായിരുന്നു. ആ 5 വാക്കുകൾ ഇവയാണ്. ഒന്നാമത്തേത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. യേശു ക്രൂശിൽ പറഞ്ഞ അവസാനത്തെ വാക്കുകളാണിത്. യോഹന്നാൻ 19:30. ഇത് പരാജയത്തിന്റെ വാക്കുകളല്ല, വിജയത്തിന്റെ പ്രഖ്യാപനമാണ്. എല്ലാ രോഗങ്ങളും ശാപങ്ങളും അടിമത്തങ്ങളും ആ കുരിശിൽ തറയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് അത് പ്രഖ്യാപിക്കുമ്പോൾ
നാളെ എന്തെങ്കിലും ചെയ്തു തരാൻ നിങ്ങൾ ദൈവത്തോട് യാചിക്കുകയല്ല, മറിച്ച് 2000 വർഷങ്ങൾക്ക് മുൻപ് അത് പൂർത്തിയായതാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ആമേൻ. 2. ഹീലിംഗ് ഈസ് മൈൻ. സൗഖ്യം എന്റേതാണ്. എനിക്ക് എന്തെങ്കിലും സൗഖ്യം കിട്ടുമായിരിക്കും എന്നല്ല. 1 പത്രോസ് 2:24 പറയുന്നത് പോലെ അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നത് ഭൂതകാലമാണ്. അത് ദൈവത്തിന്റെ ഭൂതകാലമാണെങ്കിൽ നിങ്ങൾക്കത് ഇപ്പോഴുള്ള അവകാശമാണ്. നിങ്ങൾ ദൈവത്തോട് പരാതി പറയുകയല്ല, നിങ്ങളുടെ ഉടമ്പടിയെ ഉറപ്പിച്ചു പറയുകയാണ്. ദൂതന്മാർ ഈ ഉടമ്പടിയുടെ ഭാഷ തിരിച്ചറിയുന്നു. ആമേൻ. 3. ജീസസ് ഹാസ് വോൺ. യേശു വിജയിച്ചിരിക്കുന്നു. കൊലോസ്യർ 2:15 പറയുന്നത് പോലെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. എല്ലാ രോഗങ്ങളെയും യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ മുട്ടുകുത്തി കഴിഞ്ഞു. നിങ്ങൾ വിജയത്തിനായി പോരാടുകയല്ല, യേശു തന്ന വിജയത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആമേൻ. 4. ഏഞ്ചൽസ് ഗോ നൗ. ദൂതന്മാരെ ഇപ്പോൾ തന്നെ പോകൂ. എബ്രായർ 1:14 പറയുന്നു, ദൂതന്മാർ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവക ആത്മാക്കളല്ലയോ? നിങ്ങൾ ഈ വാക്കുകൾ പറയുമ്പോൾ സ്വർഗീയ ദൂതന്മാർക്ക് നിങ്ങൾ ചുമതല നൽകുകയാണ്. എൻ്റെ ഭവനത്തെ സംരക്ഷിക്കാൻ, സൗഖ്യം കൊണ്ടുവരാൻ. ദൂതന്മാരെ ഇപ്പോൾ തന്നെ പോകൂ എന്ന് കൽപ്പിക്കുക. അവർ ഭയത്തോടല്ല, വിശ്വാസത്തിന്റെ വചനത്തോടാണ് പ്രതികരിക്കുന്നത്. ആമേൻ. 5. ഐ വിൽ റെസ്റ്റ്. ഞാൻ വിശ്രമിക്കും. ഇതാണ് അവസാന ഭാഗം. നിങ്ങൾ വിജയം പ്രഖ്യാപിച്ചു, ഉടമ്പടി ഉറപ്പിച്ചു, ദൂതന്മാരെ നിയോഗിച്ചു. ഇനി വിശ്വാസമുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യുക, വിശ്രമിക്കുക. എബ്രായർ 4:3 പറയുന്നു, വിശ്വസിച്ചവരായ നാമല്ലോ വിശ്രമത്തിൽ പ്രവേശിക്കുന്നത്. വിശ്രമം എന്നാൽ മടിയല്ല, അത് വിശ്വാസത്തിന്റെ പ്രവർത്തനമാണ്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, വചനം സംസാരിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ ഉറങ്ങും എന്ന് പറയുന്നതാണ്. നിങ്ങൾ വിശ്വാസത്തോടെ ഉറങ്ങുമ്പോൾ ദൂതന്മാർ പ്രവർത്തിക്കും. വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു രാത്രിയിൽ ഞാൻ നെഞ്ചിലെ വേദനയോട് പോരാടുകയായിരുന്നു. പിശാച് എൻ്റെ ചിന്തകളിൽ ഭയം നിറയ്ക്കാൻ നോക്കി. അപ്പോൾ കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചു, നിനക്ക് ആ വാക്കുകൾ അറിയാമല്ലോ, അത് സംസാരിച്ച് വിശ്രമിക്കൂ. ഞാൻ എഴുന്നേറ്റു, ഭയത്തോടെയല്ല അധികാരത്തോടെ നടന്നു ഉറക്കെ പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. സൗഖ്യം എൻ്റേതാണ്. യേശു വിജയിച്ചിരിക്കുന്നു. ദൂതന്മാരെ ഇപ്പോൾ തന്നെ പോകൂ. ഞാൻ വിശ്രമിക്കും. ഞാൻ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഒരു വലിയ ദൈവ സാന്നിധ്യം കാരണം ഞാൻ ഉണർന്നു. ആ മുറിയിൽ ദൂതന്മാർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ആത്മാവിൽ ഞാൻ കേട്ടു, നീ വിശ്രമിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാ വേദനയും മാറിപ്പോയിരുന്നു. ഇത് എനിക്ക് മാത്രമുള്ളതല്ല. രോഗിയായ കുഞ്ഞിനെ ഓർത്ത് വിഷമിക്കുന്ന അമ്മയ്ക്കും സാമ്പത്തിക ബാധ്യതകളാൽ ഭയപ്പെടുന്ന വ്യക്തിക്കും രോഗനിർണയ റിപ്പോർട്ട് കണ്ട് തളരുന്ന ഏതൊരു ദൈവ പൈതലിനുമുള്ളതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ 5 ഘട്ടങ്ങൾ താഴെ പറയുന്നു. ഘട്ടം 1. ഉറങ്ങുന്നതിന് മുൻപ് വചനം വായിക്കുക. രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആത്മാവിനെ വചനത്താൽ ശുദ്ധീകരിക്കുക. സങ്കീർത്തനം 91, യെശയ്യാവ് 53:5, 1 പത്രോസ് 5:7 എന്നിവ ഉറക്കെ വായിക്കുക. ഘട്ടം 2. ഈ 5 വാക്കുകൾ അധികാരത്തോടെ ഉറക്കെ പറയുക. ഇത് വെറുമൊരു മന്ത്രമല്ല, ഒരു കൽപ്പനയാണ്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. സൗഖ്യം എൻ്റേതാണ്. യേശു വിജയിച്ചിരിക്കുന്നു. ദൂതന്മാരെ ഇപ്പോൾ തന്നെ പോകൂ. ഞാൻ വിശ്രമിക്കും എന്ന് ധൈര്യത്തോടെ പറയുക. ഘട്ടം 3. ദൂതന്മാർ പ്രവർത്തിക്കുന്നത് വിഭാവനം ചെയ്യുക. നിങ്ങളുടെ കൽപ്പന കേട്ട് ദൂതന്മാർ നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് പുറപ്പെടുന്നത് നിങ്ങളുടെ ആത്മീയ കണ്ണുകളാൽ കാണുക. ഘട്ടം 4. ശാരീരികമായി വിശ്രമിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ഉറങ്ങുക. ഘട്ടം 5. പ്രഭാതത്തിൽ ഒരു സാക്ഷ്യം പ്രതീക്ഷിക്കുക. സങ്കീർത്തനങ്ങൾ 30:5 പറയുന്നു, കരച്ചിൽ രാത്രിയിൽ വരാം, സന്തോഷമോ ഉദയത്തിൽ വരുന്നു. രാവിലെ ഒരു മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക. മത്തായി 18:18 യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിയപ്പെട്ടിരിക്കും.
ഇത് ആരംഭിക്കുന്നത് സ്വർഗത്തിലല്ല, ഭൂമിയിൽ നിങ്ങളുടെ വായിൽ നിന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാലും എന്നോടൊപ്പം ഈ 5 വാക്കുകൾ പൂർണ്ണമായി അധികാരത്തോടെ ഉറക്കെ പ്രഖ്യാപിക്കുക. എല്ലാം പൂർത്തിയായിരിക്കുന്നു. സൗഖ്യം എന്റേതാണ്. യേശു വിജയിച്ചിരിക്കുന്നു. ദൂതന്മാരെ, ഇപ്പോൾ തന്നെ പോകുക. ഞാൻ വിശ്രമിക്കും. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ അവൻ പ്രവർത്തിക്കുന്നു. ഈ രാത്രി വിശ്വാസത്തോടെ കിടക്കുക. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുക. വിശ്രമിക്കുക. നാളെ ഒരു അത്ഭുതത്തോടെ ഉണരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.